വലിയ നിലവിളി കേട്ടോട്ടെ ഞാൻ മാട്ടലോട്ട് ഓടിച്ചെന്നു കേട്ടോ. അന്നിട്ട് അവിടെ മഞ്ഞക്കുഞ്ഞ് കയറി ഒരു തേക്കിൻ്റെ മണ്ടലിരിക്കുക. എന്തുവാ കാര്യം? അള്ളിപ്പിടി ചാന്നിറങ്ങി വരുവാണേ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മുകളിൽ മരത്തിൻ്റെ ഇങ്ങേ തലക്കിൽ എന്തൊക്കെയോ ഒരു അനക്കം. നിലവിളിച്ചവൻ ആകാശത്തോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ അവനും മുകളിൽ എന്തോ ഒരു സാധനം കയറി ഇരിപ്പുണ്ട്. വേറൊരാളും കൂടെ മുകളിലുണ്ട്. അപ്പോൾ ഇതാരാന്നറിയാൻ വേണ്ടി ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോഴെന്നതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലൊരു സാധനം മുകളിൽ ഇരിക്കുക. കൂരത്തം കേട്ടോ, കുഞ്ഞുണ്ണി തന്നെയാണ് ഏറ്റവും മുകളിൽ കയറിയിരിക്കുന്നത്. ഉറപ്പിച്ചു. നിങ്ങളുടെ കൂട്ട് തന്നെ ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. എന്നാൽ അവൻ്റെ കളർ ഒപ്പിച്ച് 2 അപരന്മാർ വീട്ടിൽ വന്ന് ഓർക്കുന്നുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുണ്ണിയേ അല്ലായിരുന്നു. കുഞ്ഞുണ്ണിയുടെ കളർ ഒപ്പിച്ച് വന്നേക്കുന്ന 3ാമത്തെ അപരൻ. പക്ഷേ ഇത് ഇച്ചിരി മുതുക്ക് പൂച്ച കേട്ടോ. കണ്ടോ ബാറ്റ്മാൻ ഇരിക്കുന്നത്? മഞ്ഞക്കുഞ്ഞുവിനോട് അടിപൊളി കയറിയതാ. പപ്പക്കുട്ടനോട് അമേരിക്ക കളിച്ചോട്ടോ. വീട്ടിലെ സമാധാനമാണ് ഏറ്റവും മെയിൻ. മഞ്ഞക്കുഞ്ഞ് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുക. ഞാൻ ആ കൊട്ടേഷൻ ഡയറക്റ്റ് പപ്പിക്ക് കൊടുത്തു. രണ്ടിനിട്ടും അതിൻ്റേതായ ഭാഷയിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. മഞ്ഞക്കുഞ്ഞ് അള്ളിപ്പിടിച്ച് വരുന്നുണ്ട്. പണ്ട് അമ്പാനുമായിട്ട് ഇവൻ അടി ഉണ്ടാക്കിയപ്പം കൊടുത്ത അതേ ഗുണപാഠം വീണ്ടും കൊടുക്കാൻ വെച്ചു. പിടിക്കടാവനെ. അതെന്തിനാന്ന് ചോദിച്ചാൽ വഴിയെ പോയ വള്ളി പിടിച്ച മരത്തെ കയറ്റി വെച്ച് അടി മേടിച്ചേനെ. ഇനി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൊച്ചിനെ തോണ്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇറങ്ങി വരട്ടെ, നമുക്ക് മിണ്ടാതിരിക്കാം. മേല നമ്മുടെ വീട്ടിലെ പിള്ളേരെ കയറി ചൊറിയാൻ നിൽക്കരുത്. നമ്മൾ അങ്ങോട്ട് പോയി ആരും വഴക്കുണ്ടാക്കുന്നില്ല. ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കിയാൽ വിടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. അപ്പം അവൻ്റെ കൊട്ടേഷൻ പപ്പിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടേ. ഇറങ്ങുമ്പം കണ്ടോ. പിന്നെ അല്ല ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിച്ചോ? ഓടിച്ച് വയറിളക്കിട്ടുണ്ട്. ആണ്ട വരുന്നത് നമ്മുടെ ഹീറോ കുട്ടൻ പപ്പിക്കുട്ടൻ. പപ്പിക്കുട്ടൻ പുലിയല്ലടാ, സിംഹമാണ്, സിംഹം. ഈ പപ്പിയും താനും എന്നെ ഒരു ക്രൂരനാടോ എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുണ്ണിയുടെ അപരന്മാരും ആ കൂടത്തിൽ വേറൊരു കുഞ്ഞിപ്പൂച്ചയും ഇപ്പോൾ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. ഇവന്മാർ ഇപ്പോൾ ദൂരെ ഇരുന്നിങ്ങനെ നോക്കും. വീടിൻ്റെ തിണ്ണ വരെ കയറാൻ തുടങ്ങി. വേറൊന്നുമല്ല, ചോറ് വേണം. ഇതുണ്ടോ ഒരു കുഞ്ഞിപ്പെണ്ണ. അവളെ നമുക്ക് കുഞ്ഞിപ്പെണ്ണെന്ന് വിളിക്കാം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പ്രഗ്നൻ്റ് ആവട്ടോ. നമുക്ക് 2 ദിവസമായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്നും ഇപ്പോൾ വിളിച്ചാൽ വരും. നേരത്തെയൊക്കെ നമ്മളെ കാണുമ്പോൾ ഓടുമായിരുന്നു. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണെന്ന് വിളിച്ചാൽ മതി. കണ്ടോ, നിങ്ങൾ വരും. എന്തൊക്കെയോ വർത്തമാനം പറയും കേട്ടോ. ഇവക്ക് പ്രസവിക്കാൻ ഒരു പെട്ടി വെച്ച് കൊടുത്താലും മമ്മീന്ന് ചോദിച്ചപ്പോൾ മമ്മി നാട്ടിയിട്ടുണ്ട്. എന്തായാലും മക്കളുണ്ടായി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. കുഞ്ഞിനോട് 2 അപരന്മാരിൽ ഒരാളെ പയ്യെ സോപ്പിട്ട് കൂട്ടിയിട്ടുണ്ട്. അവനും ഇപ്പോൾ അത്യാവശ്യം നിന്നൊക്കെ തരും കേട്ടോ. തൂത്ത് കഴിഞ്ഞ് പുള്ളിയുടെ കണ്ണൊന്ന് പുറത്തോട്ട് തള്ളി. കണ്ടോ. എന്തായാലും എല്ലാവരും നമുക്ക് കൂട്ടുകൂടി വർത്താനമൊക്കെ പറഞ്ഞ് വരുന്ന വീടുകളിൽ കാണിക്കാം. വീണ്ടും കാണാം. ടാറ്റ.